ലളിതേ ഓ ഹോ, എന്റെ ലളിത ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അതെന്താ ഇത്ര വലിയ സമാധാനം? ജോത്സ്യരുടെ അടുത്ത് പോയിട്ട് എന്തോ തടഞ്ഞ കോളുണ്ടല്ലോ. എടി ജോൾസിന് കവടി നിരത്തിയിട്ട് പറഞ്ഞത് ഉടനെ ഈ വീട്ടിൽ ഒരു മംഗളകാര്യം നടക്കുമെന്നാ. മംഗളകാര്യോ? എന്ത് കല്യാണം? ആരുടെ കല്യാണം? അയ്യോ എന്റെ അല്ല, സുമേഷിന്റെ കല്യാണം നടക്കുമെന്നാ പറഞ്ഞത്. അതിന് അവൻ ആര് പെണ്ണ് കൊടുക്കാനാ? തുടങ്ങി ഒരു നല്ല കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും കയറി നെഗറ്റീവ് അടിച്ചോണം കേട്ടാ. എന്തൊരു സ്വഭാവം ഇത്? നെഗറ്റീവ് ഒന്നും അല്ലെന്നേ. ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും അവന് പെണ്ണ് കൊടുക്കുവോ? എടി അവന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഇതിനേക്കാളും എത്ര അലമ്പ് പയ്യന്മാര് പെണ്ണ് കിട്ടിയിട്ടില്ലേ? അത് ശരിയാ. പക്ഷെ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് നമുക്കൊരു കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നടക്കും. 3 മാസത്തിനുള്ളിൽ അവന്റെ കല്യാണം നടക്കണമെന്നാ ജോൾസിന് പ്രത്യേകം പറഞ്ഞത്. എടി ഇനി മുതൽ അവന് നല്ല സമയമാണെന്നാ. ലോട്ടറി എടുത്താ അപ്പ അടിച്ചിരിക്കും. ആ ജോത്സ്യരുടെ നാവ് പൊന്നാകട്ടെ. ആ സുമ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായി കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ ഈ ജോൾസിന് പറയുന്നതും കേട്ടോണ്ട് നമ്മളിങ്ങനെ വെറുതെ അടുക്കളയിരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ പറ്റിയൊരു പെണ്ണിനെ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതല്ലേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. അവൻ ആര് പെണ്ണ് കൊടുക്കുമോ ഈ നാട്ടിൽ നിന്ന്? അതെ, നീ ഒന്ന് ആലോചിച്ചു, നിന്റെ കുടുംബത്തിൽ അവന് പറ്റിയ പെൺപിള്ളേർ വല്ലതും ഉണ്ടോന്ന്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. നമ്മുടെ കിളിയുടെ കല്യാണം ആരാ നടത്തിയേ? ഈ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന്. ഇത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നടത്തിയാൽ മതി. അയ്യോ ഞാനത് ഓർത്തില്ല. ഇത്രയും അപകടമാവുമെന്ന് വിചാരിച്ചില്ല. വേണ്ട ഞാനേ എന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോയി ചേട്ടനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ചേട്ടനോടൊന്നും നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ അമ്മയോട് ചോദിക്കുക. അമ്മയ്ക്ക് അമ്മ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ അമ്മയോട് തന്നെ ആലോചിക്കാം. എന്തായാലും ജോൾസിന് പറഞ്ഞ സമയത്തുള്ളിൽ ഈ കല്യാണം നടത്തണം. പുള്ളി നമ്മുടെ കുടുംബത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടാ. സുമയുടെ കാര്യത്തിൽ അത് തന്നെ നടന്നാൽ മതിയായിരുന്നു അല്ലേ? ഒക്കെ ശരിയാവുന്നേ. നമുക്കേ അവന്റെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തണം. ശരിയാ. എന്തായാലും ഒരു കട്ടൻ ചായയുടെ. അതെ അവിടെ ഞാൻ ചട്ടിക്കകത്ത് മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് കഴുകി വെക്കുവോ? മീനാ? എടി ഞാൻ ജോൾസിനെ കണ്ടിട്ട് വന്നതാ. ഇപ്പൊ ശരിയാവൂല. അത് മാത്രമല്ല, എനിക്ക് വേറെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സവാള നിറഞ്ഞ എന്റെ കണ്ണ് നീർ. സവാള നീ എന്നെ കരഞ്ഞോണ്ടാ മതി. അയ്യോടാ, ഒരു സഹായം ചെയ്യൂലേ മനുഷ്യൻ? ക്രീമല്ല, പൗഡർ ഇടിയാണ്. അതിപ്പോ കുഴമ്പ് രൂപത്തിലാ പറഞ്ഞത്. അല്ല, ഓം ക്രീം എന്ന് പറയാൻ തോന്നുന്നു. അത് നിനക്കൊരു കുട്ടിച്ചാത്ത ലുക്ക് ആണല്ലോ. ആണോ? ശരിക്കും കൊള്ളത്തില്ല. കൊള്ളാതെ സുന്ദരനല്ലേ? സുന്ദരൻ എവിടെ പോണ്? എവിടെ പോണ്? കുറച്ചേരം വെറുതെ ഇരിക്കണം, പിന്നെ കിടന്ന് ഉറങ്ങണം തന്നെ. നീ കല്യാണം കഴിക്കാൻ പോണെന്നാ കേട്ട്. ആര് പറഞ്ഞു? അല്ല, ഇവിടുത്തെ കിച്ചണിലും അലമാര ബാക്കിലൊക്കെ ഒരു ടോക്ക് കേട്ട്. ഞാൻ എന്താ പാറ്റയോ കിച്ചണിലെ അലമാരി ഇന്ന് ടോക്ക് വെക്കാൻ? ഞാൻ ഉദ്ദേശിച്ച അപ്പച്ചിയും മാമനൊക്കെ നിന്നെ പറ്റി ഇങ്ങനെ പറയുന്നു. പറയട്ടെ. ഉടനെ കെട്ടാൻ പോണോ? ഉടനെ കെട്ടാൻ പോണോ? ഉടനെ കിട്ടുന്നില്ല. ഞാൻ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കും. നീ കെട്ടിയാൽ നീ രക്ഷപ്പെടാനൊന്നുമില്ല. നീ ഞാൻ നിന്റെ അളിയനല്ലേ? നീ അതുകൊണ്ടല്ലേ നീ കെട്ടല്ലെന്ന് പറഞ്ഞത്. അപ്പൊ അളിയൻ കിട്ടിയതോ? അതിൽ ഞാൻ അതിയായ ദുഃഖവും നിരാശയും രേഖപ്പെടുത്തുന്നു. എന്തിനാടാ ഇങ്ങനെ അണയ്ക്കാൻ വേണ്ടി കയറി വന്നത്? സത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അണയ്ക്കാൻ വന്നല്ലടാ. നിനക്ക് നീ കെട്ട് എനിക്ക് വയ്യാവേലിയാണ്ടാ. അതല്ലേ വയ്യാവേലിയാണോ? അപ്പൊ അളിയൻ കെട്ടിയ മുള്ളുവിലായിരിക്കും വയ്യാവേലിയാണെങ്കിൽ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. നീ കെട്ടിയ നിന്റെ മാത്രം ജീവിതമാണോ? നീ ഒരു പെണ്ണിന്റെ ജീവിതം നീ നശിപ്പിക്കല്ലേ? നീ ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന പെൺകൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാൻ നടക്കുവാന്നോ? പിന്നെ അല്ലാതെ അത് നിർത്താനത് പക്വതയില്ലാത്ത നീ കെട്ടി. പിന്നെ അപ്പൊ ഉണ്ണിമയുടെ കല്യാണം ഉണ്ടെന്ന് അളിയില്ലേ എനിക്ക്? അത് പിന്നെ ആ പെണ്ണിനും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അത് കൊള്ളാം. അപ്പൊ പ്രശ്നമുള്ളവരൊക്കെ എനിക്ക് കല്യാണം കഴിക്കാം, വേറെ ആരും കല്യാണം കഴിച്ചൂടാ. അതല്ലടാ ഞാൻ പറഞ്ഞത് മനസ്സിലായ? മനസ്സിലായി. സംഭവം അതിനുള്ള നീ ചുമ്മാ ചിരിച്ചു കളി നടക്കാൻ നോക്കണം. എന്റെ കല്യാണക്കാരൻ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കല്യാണക്കാരൻ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ പറയാൻ പറ്റും. ഈ വീട്ടിലെ ഒരേ ഒരു മരുമോൾ നിലയ്ക്ക് നിന്റെ അളിയൻ നിലയ്ക്ക് നീ എന്റെ സ്മോൾ അളിയനല്ലേ? നീ നിന്റെ കാര്യത്തിൽ ഇടപെടണ്ടേ? അവൻ സമ്മതിച്ചു സ്മാൾ അളിയനാ ബിഗ് അളിയനാന്നൊക്കെ. എന്റെ അടുത്ത് ഇടപെടണ്ട. എനിക്ക് എന്റെ കാര്യം തീരുമാനിക്കാൻ മാറിയില്ല അങ്ങോട്ട്. അല്ല, എനിക്ക് 2-3 പോയിന്റ് കൂടെ പറയാനുണ്ട്. പോയിട്ട് വരണ്ട, പോയിട്ട് വായിട്ടുള്ളൂ. അങ്ങനെ അല്ലെന്ന് സംസാരിക്കുന്നത് പോവല്ലേ? എടി അതാ ഞാൻ പറഞ്ഞേ, നിന്റെ കുടുംബത്തിലോ വല്ലോ പെൺപിള്ളേരും ഉണ്ടെങ്കിൽ പറ. നമുക്കറിയാവുന്ന പിള്ളേരാകുമ്പോ അതല്ലേടി നല്ലത്. സ്വഭാവമൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഇല്ല, അച്ഛൻ ഭയങ്കര ഉത്സാഹത്തിലാന്നേ. നമ്മുടെ ആ ജോത്സ്യര് പറഞ്ഞേ 3 മാസത്തിൽ കല്യാണം നടത്തണമെന്ന്. അപ്പൊ തൊട്ട് തുടങ്ങിയതാ. വല്ലവരും ഉണ്ട്, നീ എന്നോട് പറ കേട്ടോ. ശരി മോളെ. തകർത്ത കല്യാണാലോചനാണല്ലോ. പിന്നെ വേണ്ടേ? ഞാൻ ആശയോട് ചോദിക്കായിരുന്നേ, അവളുടെ കുടുംബത്തിൽ വല്ലോ പെൺപിള്ളേരും ഉണ്ടോന്ന്. ഓഹോ, എടാ നമ്മുടെ കുടുംബത്തിൽ വല്ലവരും ഉണ്ടോടാ? നമ്മുടെ കുടുംബത്തിലാ? നെടുമങ്ങാടുള്ള മാമന്റെ ആണെങ്കിൽ മൂത്ത മോള് അല്ല ഇളയ മോള്. പക്ഷെ അത് കല്യാണം ഓൾറെഡി ആയി. നമ്മളെ ജയന്തി മാമിയുടെ നോക്കുകയാണെന്ന് വെച്ചാൽ
ആ കൊച്ചു സൈസ് മാത്രമേ ഉള്ളൂ, പ്രായമൊന്നുമില്ല. നീ കെട്ടുറപ്പിച്ചതും കെട്ടിക്കാൻ പ്രായമാകത്തതിന്റെ കാര്യം പറയാതെ വല്ല പിള്ളേരുണ്ടെങ്കിൽ പറ. പിള്ളേര് നമ്മളെ അടുത്തതൊന്നുമില്ല. പിന്നെ വല്ല മുള്ളിത്തെറിച്ച ബന്ധത്തിലാരും ഉണ്ടോന്നൊന്നും അന്വേഷിക്കണം. മുള്ളിത്തെറിച്ച് വന്നെങ്കിൽ മുള്ളിത്തെറിച്ച് ആലോചിക്കും. ആ എന്തായി നീ വർത്താ? ഇല്ല, ചട്ടിക്കകത്ത് കിടന്ന് പിടയ്ക്കുന്നേ ഉള്ളൂ. ആ പിടപ്പൊന്ന് തീരട്ടെ. ഓ ആക്കിയതാണല്ലേ. അമ്മ നമ്മളെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുന്നു കൊച്ചിറക്കന്റെ. സുമേഷിന്റെ യാ, നിനക്ക് അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എനിക്ക് വലിയ താല്പര്യം അത് ഇല്ലായിരുന്നു. പിന്നെ ചെറുക്കന്റെ ആ വിഷമമൊക്കെ കണ്ടപ്പോഴേ പാവം അവൻ കെട്ടിട്ട് എനിക്കിപ്പോ താല്പര്യമൊന്നുമില്ല. നീയാടാ കുടുംബശ്രീയുള്ള യഥാർത്ഥ പരിപാടി. തരല്ലേ? ഇനി ആ ഉത്തമനെ കൂടെ പറഞ്ഞു നേരെയാക്കണം. ആ അവൻ നമ്മൾ ആരും പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരൊക്കെ എതിർത്താലും ശരി ഇല്ലേലും ശരി അവന്റെ കല്യാണം ഞാൻ നടത്തും. എടാ ഇപ്പൊ കെട്ട് നടന്നില്ലെങ്കിൽ പിന്നെ അവന് കല്യാണ യോഗം ഉണ്ടാവില്ലെന്നാ ജോത്സ്യർ പറഞ്ഞത്. അയ്യോ, അങ്ങനെ ജോത്സ്യർ പറഞ്ഞോ? എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? ഞാൻ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. ആ അങ്ങനെയാണെങ്കിൽ മാമാ അപ്പച്ചി നമുക്ക് പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ. ശരിയാ. പിന്നെ നല്ല ഐഡിയ. ഇടാ അതിന് ഒരുപാട് കാശ് ചെലവാകൂടാ. പിന്നെ ഫ്രീ ആയിട്ട് പരസ്യം കൊടുക്കാൻ പറ്റുമോ? അതൊന്നും വേണ്ട. ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളടുത്തും ബന്ധുക്കളടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വരും, കാശ് ചിലവാവില്ലല്ലോ. എന്റെ പൊന്നു മനുഷ്യ, പത്രത്തിലൊക്കെ കൊടുത്ത ദൂര സ്ഥലത്തു നിന്നൊക്കെ ആലോചനകൾ വരും. അതാ ദൂര സ്ഥലത്ത് വേണം, നല്ലതാണോ മാമ? അതാ ഇവന്റെ സ്വഭാവം അവിടെ ആർക്കും അറിഞ്ഞുണ്ടല്ലോ. എടാ എന്തോന്നേ നമ്മൾ ഇതിനെ ഞാൻ എപ്പോഴും അവനെ പറ്റി നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ളവർ പിന്നെ എന്തോന്ന് കരുതും. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പില്ലേ, ഫ്ലൈയിങ് ഏഞ്ചൽസിന്റെ ഫ്രണ്ട്സിന്റെ, അതിനകത്ത് ഇട്ട് നോക്കിയാലോടാ. ബിരിയാണി തടഞ്ഞാലോ? അപ്പച്ചി ബിരിയാണിയുടെ കാര്യം ഇടാൻ പോണോ? ചെറുക്കന്റെ കല്യാണ കാര്യമില്ലേ? പോടാ ചെറുക്കാം. ഓ എടാ ശിവ, നീ നേരത്തെ പറഞ്ഞത് സീരിയസ് ആയിട്ടുണ്ട്. അവന്റെ കാര്യം കല്യാണത്തിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞത്. പിന്നെ ശരിക്കും കട്ട സപ്പോർട്ടാണ്. ആണോ? പിന്നെ നിന്റെ വഴിക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. എന്റെ വഴിക്ക് പോലീസുകാരൊക്കെ എടുക്കും. പിന്നെന്ത് എങ്ങനെയെങ്കിലും കല്യാണം നടത്താം. പോലീസുകാരെ എടുക്കും, പക്ഷെ നിന്റെ പോലത്തെ പോലീസുകാർ വേണ്ട. മനസ്സിലായില്ലേ? അതാണല്ലേ അല്ലെങ്കിൽ ചെല്ലേ. പഞ്ചിപ്പെട്ടി കുറച്ച് വെട്ടണം. നിനക്ക് പറ്റിയൊരു ആലോചന വന്നിട്ടുണ്ട്. ചോറ്റാനിക്കരേന്നാ. ഭദ്ര എന്നാ പേര്. ഇതാ നല്ല സുന്ദരിയല്ലേ? എടി ഈ കൊച്ചിനെ എനിക്കറിയാം. ഇത് കരിങ്ങാച്ചറ മറ്റേ കമ്പ്യൂട്ടർ സെന്റർ ഇല്ലേ, അവിടെ വർക്ക് ചെയ്യുന്നയാ. അല്ല ഇവിടെ ഈ സൈഡിലായിട്ട് കറുത്ത മറുപൊക്കെ ഉണ്ട് കൊച്ചിന്. അശ്വേ, എന്റെ ആങ്ങളെ ഒരു ഭൂലോക കോഴിയാണല്ലോ ദൈവമേ. എടി കോഴിയൊന്നും അല്ല, ഞാൻ കമ്പ്യൂട്ടർ സെന്ററിൽ DTP എടുക്കാൻ പോയപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. കമ്പ്യൂട്ടർ സെന്ററിൽ DTP എടുക്കാൻ പോയാ നീ? DTP അല്ല, എന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോ? കമ്പ്യൂട്ടർ സെന്ററിൽ അടി അവിടെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ ഉണ്ട്. എന്നിട്ട് നീ സംസാരിച്ചോ കൊച്ചിനോട്? സംസാരിച്ചൊന്നുമില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അപ്പോഴേ പോയി തിരിച്ചു വന്നു. കൊച്ചിനൊന്നും സംസാരിച്ചില്ല നീ? എന്റെ പൊന്നു ഉറക്കം, ഞാൻ ആ കൊച്ചിനെടുത്ത് പറഞ്ഞ മോളെ എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു തരാന്ന് പറഞ്ഞു. ആ കൊച്ചു ഫോട്ടോസ്റ്റാറ്റ് ശരിയായിട്ട് എടുത്തു തരാന്ന് പറഞ്ഞു. എന്നിട്ട് 2 രൂപയും കൊടുത്ത്. അപ്പൊ എന്തായാലും നീ കണ്ടല്ലോ, കൊച്ചു കൊള്ളാം. നമുക്കപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്റെ കൂടെ അരണേഷ് ഉണ്ടായിരുന്നു. അതിപ്പോ എന്താ പ്രശ്നം? അവൻ ഈ കൊച്ചിന്റെ സംസാരിച്ചിട്ടേ നൈസായിട്ട് ട്രാക്ക് കിട്ടി കൊച്ചിന്റെ നമ്പറൊക്കെ മേടിച്ചു. മൊത്തം കോഴികളോടാ? അല്ല, അവൻ സംസാരിച്ച് എന്തോ കൊളോക്കലായിട്ട് പറഞ്ഞ് ഇത് മേടിച്ച് നമ്പർ മേടിച്ച് സംസാരിച്ച്. അപ്പൊ പിന്നെ ആലോചിക്കണ്ടല്ലോ, അവൻ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ഇല്ല, അങ്ങനെ സെറ്റ് ആക്കത്തൊന്നുമില്ല, അവൻ അങ്ങനെ ചെയ്തൊന്നുമില്ല. ഞാൻ അവനൊന്ന് വിളിച്ചു ചോദിച്ചു. വിളിച്ചു ചോദിക്കും. നാണം ഉണ്ടോ നിനക്കൊക്കെ? ഒരു പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ പറ്റത്തില്ല ഇവിടെ. ഹലോ അരണേഷേ, അവിടുന്ന് ഇറങ്ങുക കക്കൂസിന്ന്. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിനാ. എടാ എടാ നമ്മൾ ഈ കരിങ്ങാച്ചറ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ഓർമ്മയുണ്ടോ? അപ്പൊ ഒരു കൊച്ചിനെ കണ്ട് നീ നമ്പറൊക്കെ മേടിച്ച് എടാ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട്. ശരി, ഓക്കെ. അവര് സെറ്റായി കാണും അല്ലേ? ഇല്ലടി, അവൻ അങ്ങനത്തെ സംഭവം പോലും ഓർമ്മയില്ല. ഭാഗ്യം. ചുമ്മാ അല്ല, അവൻ അരണേഷ് പേരിട്ടിരിക്കുന്നത്. അരണേശ്വരി ചുമ്മാ കളിയാക്കാൻ വല്ല ഓർക്കും നീ? എന്റെ പൊന്നു സുമ, നിനക്ക് ഇങ്ങനത്തെ കൂട്ടുകെട്ടുകളൊന്നും ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പൊ എന്റെ പൊന്നു മുതലാളിക്ക് കൊച്ചിനെ പോയി കാണുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ ആദ്യം കാണുന്നിട്ട് ഞാൻ കാണാം. അയ്യോ, അങ്ങ് നാണം വലിഞ്ഞൊഴുകുന്നു. ഞങ്ങള് കണ്ടോളാം, നീ ആദ്യം പോയി കാണും. നിങ്ങൾ കണ്ടോ? ശിവേട്ടനെയും കൂടെ പറഞ്ഞു വിടാം. ശിവേട്ടനൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. ശിവേട്ടനെ കൊണ്ടു എന്ത് പറഞ്ഞാലും ശിവേട്ടൻ നിന്റെ ശിവേട്ടനെ കൊണ്ടു ഞാൻ ഒറ്റയ്ക്ക് കണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് കാണാൻ അറിയാലോ. ഓ, താൻ പോയി കാണ്. ആണോ? നീ പോ. ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. എന്നാ പിന്നെ തന്നെ കണ്ടുപിടിക്കാനും കൂടെ വയ്യായിരുന്നു ആ പെണ്ണിനെ. തിങ്കൾ പൂവിതളവൾ നിന്നും. അതെ, ഇതളല്ല എന്റെ ഡിസ്പ്ലേ. അല്ല, അത് കംപ്ലൈന്റ് ഡിസ്പ്ലേ. ഇവിടെ ചിലരുടെയും കംപ്ലൈന്റ് ആകും ഇങ്ങനെ പോയാ. സുമേഷേ, വലത് ഷോൾഡർ ചരിച്ചൊരു പോസ് നീ. ചേട്ടാ ഇതോ? ഓ കൊള്ളാം, നൈസ് നൈസ്. നൈസ് അല്ലേ? വേറെ മാസ്റ്റർ പീസ് ആയിട്ടുണ്ട്.
ആ നൈസ് 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 Okay. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്. സുമേ എടാ നീ പോയില്ലേ? എടാ അവരെല്ലാം ഓഡിറ്റോറിയത്തിൽ പോയി. വാ എടി ഫോട്ടോ എടുത്തിട്ട് പോട്ടെ, 2-3 സ്റ്റിൽ എടുക്കാണ്ട്. എടാ നീ ഫോട്ടോ ഒക്കെ പിന്നെടുക്കാൻ അപ്പൊ ഞാൻ പറയല്ലേ നീ ഇതില്ലേ ഫോട്ടോ എടുക്കാം. ഫോട്ടോ അളിയുടെ ഫോട്ടോ എടുക്കാൻ എനിക്കില്ല. അല്ലെ ചിരിക്കണം. ചേട്ടാ എന്നെ വെളുപ്പിച്ച് കളഞ്ഞു. എന്നെ ഇറുക്കാതെ ചിരി നീ ചിരി. ചിരിക്കട്ടോ എല്ലാവരും നന്നായിട്ട് ചിരിക്കി. ആ എന്നിട്ട് ചിരിയടാ കിക്കിളിയാ. അങ്ങ് ഇക്കളാക്കരുത്, നാണക്കേടാണ്. ഇത് ഫോട്ടോ ഇത് ഫ്രെയിം ചെയ്ത് തരുന്ന സാധനമാണ്. ഡീസന്റ് അടിക്ക്. ഇക്കിളൊന്നും പറ്റൂല അത്. ആ ചിരിച്ചോട്ടോ. സിംഗിൾ എടുക്കട്ടെ. ഞാനാ നിനക്ക് ഞാൻ ഒരു ഉമ്മാനൊരു ഫോട്ടോ എടുക്കാം. ചേട്ടാ കിട്ടിയോ അത്? അത് വേണ്ടായിരുന്നു. അത് മതി. അല്ല ഞാൻ എന്റെ കൊടുത്ത് എന്റെ കല്യാണം ഇല്ലേ? എടാ ചേട്ടാ നിന്റെ കല്യാണം മുടങ്ങണം. ആ വേണ്ട. ആ ഇനി പോയി റെഡി ആകും. ഞാൻ ഹെയർ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വരാം. ആ എന്നിട്ട് ഇറങ്ങ്. ആ കണ്ണൻ ചേർക്ക അവിടെ. ആ അകത്ത് കണ്ണാ ഫൗണ്ടേഷൻ എല്ലാം ഒലിച്ചു പോയി. എടി ഇറങ്ങി വാടി, സമയം പോകുന്നേ. എടി മുഹൂർത്തത്തിന് സമയം എളുപ്പം വരാൻ. റെഡി ആവണ്ടേ? ശിവൻ വാ എളുപ്പം വാ, കല്യാണമല്ലേ. സുമേ എങ്ങനെയുണ്ടോ? അടിപൊളി, വാ പെട്ടെന്ന് കയറി, വാ പോവാം. ശിവേട്ടൻ എങ്ങനെയുണ്ട്? ശിവട്ടെ സൂപ്പർ. ഏ, സമയം ആ കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. കല്യാണം ഇവന്റെ ആണെങ്കിലേ കാണാൻ നമ്മളെ ഭംഗി വാങ്ങിക്കൊണ്ട് ഫോട്ടോ എടുത്ത് നീ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടു. ഫോട്ടോ എന്താ നീ ടെൻഷൻ ടെൻഷൻ കല്യാണം ടെൻഷൻ ഒന്നും വേണ്ട. മുഹൂർത്തം തെറ്റിക്കഴിഞ്ഞാലേ നടക്കില്ല കല്യാണം. അതാ നടക്കൂല. ആ സെൽഫി ഒന്നും വേണ്ട, നമ്മളെ മാത്രം മതി. നിങ്ങളോ? അവന് അല്ല ഇല്ല എന്നെ എടുത്തോ. ആ ശരി തിരിച്ചേ. എല്ലാരും ഉണ്ടാണ്. എല്ലാരും ഉണ്ട്. നീ ഒരു സെൽഫി കൂടെ സെൽഫി കൂടെ ഇടടാ. അല്ല മതി. എടുത്തോ. വാ 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 വാ. ഓക്കേ പോവാം. കേറ്. വാ വാ വാ. ഞാൻ ഫ്രണ്ടിൽ കേട്ടോ. വേണ്ട വേണ്ട, മക്കള് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നത്. വാ ഞാൻ ഫ്രണ്ടിൽ കേറാം. ഇങ്ങനെ ചെറുക്കാ, നീ അവന്റെ മുണ്ടാക്ക പോടി. നീ അവന്റെ നമ്മളോട് കൊണ്ട് പോവെന്ന് മോനെ ബാ. സാറി ഞാൻ ഫ്രണ്ടിൽ അവ ഇരിക്കട്ടെ, കുഴപ്പമില്ല. നമുക്ക് എടാ നിന്റെ കല്യാണം കൊണ്ടാ തൊലയൂലടാ, നീ കാരണം അങ്ങോട്ട്. വേണ്ട വേണ്ട, മക്കള് ബാക്കി കയറ്. ഞാൻ ഫ്രണ്ടിൽ കേറും. മോനെ അച്ഛൻ പറയുന്ന കേക്ക് കാണാ. ബാ പുറകെ കയറാ ബാ. ഞാൻ വരൂല. എന്റെ ഫ്രണ്ടിൽ കേട്ടുവാണെങ്കിൽ ഞാൻ വരും. അവൻ കേറട്ടെ, കുഴപ്പമില്ല. എന്റെ കൂടെ നീ കേടെ ഒന്ന്, നീ ചുമ്മാ ഇരി, നീ അങ്ങനെ പറ്റൂല. എടാ ചെറുക്ക അവന്റെ കല്യാണം കൊണ്ട് ചീത്താവും. നീ ഇങ്ങോട്ട് പോ. നീ വരണോണ്ടാ? നീ നമ്മളവിടെ വരണോണ്ടാ? ഫ്രണ്ടിൽ ഇരുത്തോണെങ്കിൽ ഞാൻ വരാം. രണ്ട് രീതിയിലേക്ക് വരൂലേ? അപ്പൊ നീ ഇവിടെ വരണ്ട, ഇങ്ങോട്ട് വാ. നീ കയറി. അല്ല അവൻ ഫ്രണ്ടിൽ കേറട്ടെ. നീ കയറാൻ അങ്ങോട്ട്, കല്യാണത്തിന് പോകും. എനിക്ക് ഫ്രണ്ടിൽ കേറണം. ആ ഫ്രണ്ട് കയറണ്ട. പായസവും പപ്പടവും ഒക്കെ ഉണ്ട്. സാരില്ല. ഇവിടെ നിന്നേ, ഇവിടെ പോവേണേ. ഓ പിള്ളേർക്ക് ഇത്ര വാശി പാടില്ല. മാ ഷെയ്ഡ് കുറഞ്ഞു എഴുന്നേറ്റോ? അമ്മ ആ കല്യാണം കഴിഞ്ഞാ? ആ കല്യാണം കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചത് നിന്റെ അച്ഛനെ. അതല്ല, ആ സുമേഷാമന്റെ കല്യാണം കഴിഞ്ഞാന്ന്. സുമേഷാമിന്റെ കല്യാണം കഴിഞ്ഞോന്നു? നിനക്ക് എന്താണ് പറ്റിയേ? സുമേഷാമന്റെ കല്യാണത്തിലേ ആ അച്ഛൻ എന്നെ കൊണ്ടുപോയില്ല. ആ നീ സ്കൂള് വിട്ട് വന്ന് നേരെ കിടന്ന് ഉറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ച ഇതുപോലത്തെ സ്വപ്നങ്ങളൊക്കെ കണ്ടോണ്ടേ ഇരുന്നേക്കത്തോളന്ന്. അപ്പൊ സ്വപ്നായിരുന്നല്ലേ? ആ സ്വപ്നായിരുന്നു. എന്തായാലും വലിയ മലയാളികളെ കൂട്ടാതെ ഇവിടുന്ന് കല്യാണത്തിന് ആരും പോത്തില്ല കേട്ടോ. ആ ഇനി എഴുന്നേറ്റ് പോയി കുളിച്ചിട്ട് വല്ലവരുന്ന് പഠിക്കാൻ നോക്ക് പോ. നീ പഠിക്കണ്ട. എന്നാ നിനക്കും കൂടെ 2 കല്യാണം ആലോചിക്കട്ടെ. പഠിക്കണ്ട. വലിയ പരീക്ഷയാണ് വരുന്നത്. എഴുന്നേറ്റ് പോ. കൊച്ചു പിള്ളേർക്കൊന്നും വലിയ പരീക്ഷയില്ല. നീ കൊച്ചുവായിൽ വലിയ വർത്താനം പറയാൻ നിൽക്കില്ലേ? ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങടാ. കല്യാണം പെണ്ണ് കണ്ടിട്ടില്ല, അപ്പോഴാണ് കല്യാണം. പോ പോ പോയി കുളിച്ച് പഠിക്കാൻ നോക്കുമല്ലോ. പഠിക്കണ്ട. കൊട്ട് വാങ്ങും പോ. ഈ തലയാണ് ആരും നേരെ വെക്കും. ബെഡ്ഷീറ്റും അങ്ങനെ എണ്ണോ കണക്ക് എല്ലാം. പെണ്ണേ എന്റെ ഭദ്രയുടെ വീട്ടിൽ നിന്ന് വിളിച്ചോ? ഇല്ല ശിവേട്ടാ, ഞാൻ വിളിച്ചിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ വിളിച്ചിട്ടില്ല തിരിച്ച്. വിളിച്ചിട്ടില്ല. അവരൊന്നും ആലോചിക്കണമല്ലോ അല്ലേ? അതാണ് അവര് ആലോചിച്ചു തുടങ്ങി. എന്നിട്ടോ നമ്മളെ ബാബുക്കുട്ടയില്ലേ പോലീസുകാരെ എന്റെ സ്റ്റേഷനിലുള്ള, ആ അവന്റെ ബന്ധുക്കളെന്തോ ആണ്.
ഷോ അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലേ? എളുപ്പം തന്നെ അവര് അറിഞ്ഞു. എടി ഈ ചെറുക്കന്റെ സ്വഭാവം അവിടെ ഉള്ള എല്ലാവർക്കും അറിയണം എന്റെ സ്റ്റേഷനിൽ. കുഴപ്പമായാ? കുഴപ്പമെന്ന് വെച്ചാൽ അവൻ വിളിച്ചിട്ട് പറയില്ലേ ഇതുപോലത്തെ വേലത്തിൽ ഇറക്കിക്കൊണ്ട് എന്റെ കുടുംബത്തിലോട്ട് വരല്ലേ. അയ്യേ നാണക്കേട്. ഇനി എന്ത് ചെയ്യും? നടക്കത്തില്ലായിരിക്കൂ? നടക്കും നടക്കൂല അല്ലേ? എല്ലായിടത്തും വെച്ചേക്കാണ്. ഞാൻ വിചാരിച്ച അതെന്തായാലും ഉറക്കുമല്ലോ, അപ്പൊ പിന്നെ കല്യാണം ബ്രൈഡൽ വർക്ക് എനിക്ക് തന്നെ കിട്ടുമല്ലോ എന്ന്. അങ്ങനെ കല്യാണത്തിന് ബ്രൈഡൽ വർക്ക് നീ തന്നെ ചെയ്യത്തില്ല. എടുത്ത് വെച്ചേരെ. നല്ല കൊച്ചായിരുന്നു ശിവേട്ടാ. നീ പിള്ളേർ വരുമല്ലോ, അതിനെല്ലാം ഉപയോഗിക്കാം. എന്നാലും ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വർക്കല്ലായിരുന്നു. വർക്കല്ല, കല്യാണാലോചന. ഇത് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിലിപ്പോ. ഇവിടെ ആരെയും കേട്ടല്ലേ വർക്കെന്ന് എടുത്ത് പറയണ കേട്ടാ. നീ തന്നെ കൊണ്ടുവന്നോ, കുഴപ്പമില്ല. ഞാൻ ഇനി എവിടുന്ന് കൊണ്ടുവരാനാ? ഇത് എങ്ങാണ്ടോ ഞാൻ ബ്രൈഡൽ വർക്കിന് പോയപ്പോ അറിഞ്ഞതാണ്. ആ കൊച്ചിനെ കാണാനാണെങ്കിൽ നല്ല പൊന്നു പോലത്തെ കൊച്ച്. ഇവനെ യോഗമില്ല, എന്തോ ചെയ്യാൻ പറ്റും. ലളിതേ ഇച്ചിരി വെള്ളം തന്നെ. ആ നിങ്ങൾ ഇതൊന്നും പറയാതെ എങ്ങോട്ട് ഇറങ്ങിപ്പോയേ? ഞാൻ ശങ്കുണ്ടി ചേട്ടൻ വിളിച്ചിട്ട് അതുവരെ ഒന്ന് പോയതാ. ആ എന്നിട്ട് എന്ത് പറഞ്ഞു? വല്ല പെമ്പിള്ളേരെയും ഡീറ്റെയിൽസ് കിട്ടിയോ? കിട്ടി, വയറ് നിറച്ച് കിട്ടി. സുമേഷിന്റെ കല്യാണ കാര്യം പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നേക്കല്ലെന്നാ ചേട്ടൻ പറഞ്ഞത്. പിന്നെ അവന് കല്യാണം കഴിപ്പിക്കണ്ടേ? എടി അതല്ല, എടി പിടി എന്ന് പറഞ്ഞാൽ അവന്റെ കല്യാണം കഴിപ്പിക്കണ്ടെന്നാണ് ചേട്ടന്റെ മോളുടെ അഭിപ്രായം. പിന്നെ എപ്പോഴാ അവന്റെ കല്യാണം നടത്തണ്ടേ? എടി അതല്ലെന്നേ, അവനെ കൊണ്ട് കല്യാണമേ കഴിപ്പിക്കരുതെന്നാണ് ചേട്ടത്തിന്റെ നിലപാട്. ആഹാ, അതെങ്ങനെ അവര് തീരുമാനിക്കുന്നേ? അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യല്ലേ? അല്ല എന്നാലും ചേട്ടത്തി അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോ ഒരു അഭിപ്രായവും ഇല്ല. നമ്മൾ തീരുമാനിച്ച കാര്യം അത് നടത്തുക തന്നെ വേണം. നടത്തുകയെന്ന് വെച്ചാ പൈങ്കിളി കൊണ്ടൊന്നും ആലോചന എന്തായാലും നടക്കാൻ സാധ്യതയില്ല. എന്നാ പിന്നെ നമുക്കിത് കുറച്ചങ്ങോട്ട് നീട്ടി വെച്ചാലോ? അതെങ്ങനെയാ നമ്മൾ നീട്ടി വെക്കുന്നേ? 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്നല്ലേ ജോത്സ്യര് പറഞ്ഞേ. ഇപ്പൊ ആലോചിച്ച് തുടങ്ങിയാലല്ലേ അപ്പൊ നടക്കുള്ളൂ. എടി എന്ന് പറഞ്ഞാ കല്യാണം എന്ന് വെച്ചാൽ നമ്മൾ മാത്രം കൂടിയാ നടക്കൂ? പിന്നെ നമ്മൾ മാത്രം കൂടിയാ പോരെ? നിങ്ങൾ അവന്റെ അച്ഛൻ, ഞാൻ അവന്റെ അമ്മ, നമ്മൾ രണ്ടുപേരും തീരുമാനിക്കുക. പിന്നെ അവന്റെ കൂടപ്പറപ്പുകളും, ഇത്ര മതി. അല്ല എന്നാലും ചേട്ടനും ചേട്ടത്തേക്ക് ഇങ്ങനെ പറയുമ്പോ പിന്നെ എന്ത് ചേട്ടൻ? നിങ്ങൾ എന്തിനാന്ന് ഈ ചേട്ടനെ ബഹുമാനിക്കണം? സമ്മതിച്ചു. നിങ്ങൾ എന്തിനാ ഈ ചേട്ടത്തിയെ പേടിക്കുന്നത്? ചേട്ടത്തെ പേടിച്ചിട്ടൊന്നും അല്ലെന്ന്. ഇടി കുടുംബത്തിലൊരു കാര്യം നടക്കും, എല്ലാവരുടെ സാന്നിധ്യവും അനുഗ്രഹവും ഒക്കെ വേണ്ടേ? അനുഗ്രഹമൊക്കെ വേണം എന്ന് പറഞ്ഞ് സുമയുടെ കല്യാണം നടത്തണ്ടെന്ന് പറഞ്ഞ ആകെ ഞാൻ ധർമ്മസങ്കടത്തിലായല്ലോ. ഓ, ചേട്ടത്തി പറയുന്നത് ഞാൻ കേൾക്കാത്തോണ്ടാണോ നിങ്ങൾ ധർമ്മസങ്കടത്തിലായത്? അയ്യോ അങ്ങനല്ല, കല്യാണം ഉടനെ നടക്കണമെന്ന് രാകേഷ് ചോദിച്ചിട്ട് കല്യാണമേ നടത്താൻ പാടില്ല ചേട്ടത്തി, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും സുമയുടെ കല്യാണം 3 മാസത്തിനുള്ളിൽ നമ്മൾ നടത്തിയിരിക്കും. അവർക്ക് നമ്മുടെ കല്യാണം കൂടാൻ താല്പര്യമില്ല, വേണ്ടെന്നേ. എന്റെ വീട്ടുകാർ ഒന്നിത് നടത്തി തന്നോളൂ. എടി എനിക്കതല്ല, ഉത്തമൻ കൂടെ അവരെ കൂടെ ചേർന്ന് ചെയ്യുന്നത്, അതാണ് എന്റെ പ്രശ്നം. ഉത്തമന്റെ കാര്യം ഓർത്ത് നിങ്ങൾ പറയണ്ട, അവനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. സമ്മതിപ്പിച്ചു. നീ പറഞ്ഞ അവൻ അനുസരിക്കായിരുന്നിട്ട് തന്നെ. എടി അവനൊരു കാര്യം തീരുമാനിച്ച ബ്രഹ്മാവ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത കൂട്ടത്തിലാണ്. അപ്പൊ അവനെ കൊണ്ട് അനുസരിപ്പിക്കുന്ന കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു. അവനെ എന്റെ മോനാ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. കേട്ടാ മതി. കേട്ടോളൂ. ഇച്ചിരി വെള്ളം തരുമോ കുടിക്കാൻ? ഓ ഐ ക്ഷീണിച്ചു വന്നത് ഞാനാ വെള്ളം ചോദിച്ചത്. ഓ, എന്റെ വയലിൽ വെള്ളം പറ്റി. അയ്യോ കുടിക്കേ. റിയലി ഓസം. I like it. Yup. Nope. I like you. I have beautiful. Yes. ആരില്ല. നീ വീഡിയോ കോൾ ചെയ്താരെ? ഞാൻ വീഡിയോ കോളും ചെയ്തിട്ടില്ല. നീ ഇപ്പൊ ഓഫ് ചെയ്തല്ല? ആരെ വീഡിയോ കോൾ ചെയ്താരെന്ന് പറ. അത് ഒരു യുകെക്കാരി ആൽഡിയ മനസ്സുണ്ടാ. ഒരു യുകെ ഒരു ബിസിനസ്സുകാരി ആൽഡിയ മനസ്സുണ്ടാ. അവര് നിന്നെ വിളിക്കുന്നത്? അയ്യോ, ഞാൻ അവരെന്നെ വിളിച്ചല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. നീ അവരെ അങ്ങോട്ട് വിളിച്ച? എന്തിന്? അതായത് ശിവാളിയം പറഞ്ഞേ, ശിവാളിയം. അതല്ല ഓണാക്കാം. അതായത് ശിവാളിയം പറഞ്ഞേ ദൂരെ പെണ്ണ് നോക്കാൻ. എനിക്ക് എന്തായാലും നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടത്തില്ലല്ലോ. അല്ല എന്തൊക്കെ പിന്നെ 3 മാസത്തിനകത്ത് കല്യാണം നടത്തണം. എനിക്ക് നല്ല കാലം വരണം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അപ്പൊ ആളുടെ മനസ്സുകൊണ്ടേ പറ്റൂ, അവളെ കെട്ടേണ്ടി വരും. അപ്പൊ അവരിങ്ങ് വരുവോ? അത് നീ അങ്ങ് പോവോ? അത് അല്ല അവരിങ്ങ് വരുവോ അതോ നീ അങ്ങ് പോവോ? എന്തിന് കല്യാണം കഴിക്കാൻ? ചേട്ടൻ പുതിയ നിയമം അറിയത്തില്ലേ? ഓൺലൈൻ വഴി കല്യാണം കഴിക്കാൻ പറ്റും. ഓ അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാ മതി, അങ്ങനെ നേരിട്ട് കാണണ്ടാന്ന്. അത് കൊള്ളാം. UK കൊണ്ടുപോകും, കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോവോ? എടാ ഇവിടെ എവിടെന്നെങ്കിലും നോക്കടാ പെണ്ണ്. പെണ്ണ് നോക്കാൻ പോണം. അല്ല അത് പറ്റത്തില്ല എനിക്ക്. അത് മതി, ഇവിടെ എനിക്ക് UK ആളുടെ മനസ്സുകൊണ്ട് തന്നെ കല്യാണം കഴിക്കണം. ബ്രദർ ഉത്തമൻ കുഞ്ഞുണ്ണി.
സൂപ്പർ ബോയ് സ്മാൾ He's cheating, cheating, cheating man. Already engaged. നോ ഐ എം സിംഗിൾ ആൽഡിയ സിംഗിൾ He's very cheater. Cheater. Gunda, yes, Gunda. I'm not Gunda.